Hi friends, Accounting for Hire Purchase Transaction എന്ന ചാപ്റ്ററിൻ്റെ 6th പാർട്ടാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. There are two methods of recording hire purchase transactions in the books of hire vendor. ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ രണ്ട് മെത്തേഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദീസ് മെത്തേഡ്സ് ആർ ക്രെഡിറ്റ് സെയിൽസ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡാണ് ക്രെഡിറ്റ് സെയിൽസ് മെത്തേഡ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലായിട്ടാണ് ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ക്രെഡിറ്റ് സെയിൽസ് മെത്തേഡാണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ജേണൽ എൻട്രി, വെൻ ദ അസറ്റ് ഈസ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിൽ അസറ്റ് സോൾഡ് ചെയ്യുന്ന സമയത്ത് എൻട്രി വരുന്നത് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട്. പൊതുവേ സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതുക. ഇവിടെ ഹയർ പർച്ചേസ് സെയിൽസ് ആയതുകൊണ്ട് തന്നെ ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതുക. അതാണ് ഫസ്റ്റ് എൻട്രി. അതിന് അസറ്റ് ഈസ് സോൾഡ്, അസറ്റ് വിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്തേണ്ടത് ഹയർ പർച്ചേസർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഹയർ പർച്ചേസ് സെയിൽസിന് ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, വെൻ ഡൗൺ പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്. ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഏത് എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഓർക്കേണ്ട കാര്യം, ഫസ്റ്റത്തെ എൻട്രി അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയിൽ എമൗണ്ട് എഴുതേണ്ടത് ഫുൾ ക്യാഷ് പ്രൈസ് ആണ്. എത്രയാണോ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് അത് വെച്ചിട്ടാണ് ഹയർ പർച്ചേസർ ഈ മെത്തേഡിൽ ഡെബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. തേർഡ് എൻട്രി, വെൻ ഇൻട്രസ്റ്റ് ബിക്കം ഡ്യൂ. ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസർ തരാനുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എഴുതേണ്ട എൻട്രി ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എത്രയാണോ അൺപെയ്ഡ് ബാലൻസ് ഉള്ളത്, അയാൾ തരാനുള്ള ബാലൻസ് ഉള്ളത്, അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ വർഷത്തെ എത്രയാണോ ഡ്യൂ ആവുന്നത് ഹയർ പർച്ചേസർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി, വെൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് റിസീവ്ഡ്. എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. എത്രയാണോ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. നെക്സ്റ്റ് എൻട്രി, ഫോർ ക്ലോസിംഗ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഴുതുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റിനെ ക്ലോസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എഴുതുന്നത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയാണ് ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ എഴുതുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രീസ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് തീരുന്നത് വരെ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതുമുള്ള എൻട്രി എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരും. പറഞ്ഞിട്ടുള്ള 3, 4, 5 അങ്ങനെ 3 ജേണൽ എൻട്രീസ് സബ്സിക്വൻ്റ് ആയിട്ടുള്ള എല്ലാ ഇയേഴ്സിലും റിപ്പീറ്റ് ചെയ്ത് എഴുതും ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് തീരുന്നത് വരെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൽ വൈഗാൽ ഇൻഡസ്ട്രീസിൻ്റെ ആണ് ഹയർ വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ വൈഗാൽ ഇൻഡസ്ട്രീസിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് സെയിൽസ് മെത്തേഡിൽ എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് എൻട്രി വരേണ്ടത് ജൂഹി ആൻഡ് കമ്പനിക്ക് വൈഗാൽ ഇൻഡസ്ട്രീസ് അസറ്റ് ഹയർ പർച്ചേസ് സെയിൽസിൽ ചെയ്യുന്നതാണ്. അപ്പം ഹയർ പർച്ചേസർ എന്ന് പറയുന്നത് ജൂഹി ആൻഡ് കമ്പനിയാണ്. അപ്പോൾ ജൂഹി ആൻഡ് കമ്പനീനെ ഡെബിറ്റ് ചെയ്യുക, ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എൻട്രി. 2016 ഏപ്രിൽ 1 ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റഡ് ടു ഹയർ പർച്ചേസ് സെയിൽസ് അക്കൗണ്ട്. ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 രൂപേനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതാണ് ആ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻട്രി, അതേ ഡേറ്റിൽ ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ജൂഹി ആൻഡ് കമ്പനി. ഡൗൺ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് 5,000 റുപ്പീസാണ്. അപ്പം 5,000-നെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ജൂഹി ആൻഡ് കമ്പനിയിൽ ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ആ ഇയറിലെ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്യൂ ആവുന്നതാണ്. ജൂഹി ആൻഡ് കമ്പനി ഹയർ പർച്ചേസറെ ഡെബിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്, 750. നെക്സ്റ്റ്, ജൂഹി ആൻഡ് കമ്പനിയിൽ നിന്ന് ഇൻട്രസ്റ്റ് അടക്കം ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് 5,750. ഇൻട്രസ്റ്റ് പ്ലസ് 5,000 ഇൻസ്റ്റാൾമെൻറ്റ്. നെക്സ്റ്റ്, ആ ഇയറിൻ്റെ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 750.
നെക്സ്റ്റ് ഇയർ 2017 ഡിസംബർ 31 ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. പർച്ചേസർ ആയിരുന്ന ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ജൂഹി ആൻഡ് കമ്പനിയെ ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യും. ഈ ഇൻട്രസ്റ്റിൻ്റെ എല്ലാം കാൽക്കുലേഷൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതേ കാൽക്കുലേഷൻ തന്നെയാണ്. എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഈ 750 എന്ന് പറയുന്നത്. അപ്പോൾ 2017 ഡിസംബർ 31 ഫസ്റ്റ് എൻട്രിയാണ് ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ജൂഹി ആൻഡ് കമ്പനി. ഇൻസ്റ്റാൾമെൻ്റ് ആയ 5000 പ്ലസ് 750 ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വെച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 750. 2017 എഴുതിയിട്ടുള്ള ഈ 3 എൻട്രിയും 2018 2019 അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മാറുന്നതനുസരിച്ചിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്ന സമയത്തുള്ള എമൗണ്ട് മാറുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2018 ഡിസംബർ 31 ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് 500, അന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങിനുള്ള ഇൻട്രസ്റ്റ് 500. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ജൂഹി ആൻഡ് കമ്പനി 5500. ലാസ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് 500. നെക്സ്റ്റ് അതേ എൻട്രീസ് തന്നെ 2019 ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ജൂഹി ആൻഡ് കമ്പനി അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് 250, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ജൂഹി ആൻഡ് കമ്പനി 5250. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് 250.